യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള വേദഭാഗങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു അതേ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ. ഇതാ ഈ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം. അത് ചെറിയതാകുന്നു, ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ. അത് ചെറിയതല്ലോ, എന്നാൽ എനിക്ക് ജീവരക്ഷ ഉണ്ടാകും. അവനോട് ഈ കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു, നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയുകയില്ല. നോക്കൂ, നമ്മളിവിടെ വായിച്ചതായ വേദഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ ദൈവം ലോത്തിനോട് പർവ്വതത്തിലേക്ക് പോയി രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറയുമ്പോൾ താൻ പറയുന്നു, എനിക്കവിടേക്ക് പോകാൻ കഴിയത്തില്ല, എനിക്കവിടെ ദോഷം തട്ടി ഞാൻ മരിക്കും. അങ്ങനെ മരണഭീതി ഉള്ളവനായി നിൽക്കുന്നതായ ലോത്ത് തനിക്കുള്ള ഉദ്ദേശവും തനിക്കുള്ള പദ്ധതികളും അതേ ഈ ദൂതന്മാർ മുമ്പാകെ വെളിപ്പെടുത്തിക്കൊണ്ട് താൻ പറയുന്നു, ഇവിടെ ചെറിയ ഒരു പട്ടണമുണ്ട്, ആ പട്ടണത്തിലേക്ക് ഞാൻ പോയിക്കൊള്ളാം. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ അതിനൊരു പേര് തൽക്കാലത്തേക്ക് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ആ ഒരു കാര്യത്തിനും ദൂതൻ അനുമതി കൊടുക്കുകയാണ്. അവൻ പറയുന്നു, അവനോട് ഈ കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു, നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ച് കളയുകയില്ല. വാസ്തവത്തിൽ ആ പട്ടണവും കൂടെ ഒരു പക്ഷേ ഈ സൊദോം ഗൊമോറയുടെ നാശത്തിൽ വെന്തു പോകേണ്ടതാണ്. പക്ഷേ ലോത്തിന്റെ തീരുമാന നിമിത്തം ദൈവം ആ പട്ടണത്തെ മറിച്ച് കളയുന്നില്ല എന്നുള്ള ഒരു സുപ്രധാനമായ കാര്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ നീതിമാൻ ഉള്ള സ്ഥലം അതെപ്പോഴും സുരക്ഷിതമായ സ്ഥലമായിരിക്കും. ഇന്ന് ഈ ഭൂമിയിൽ ഈ ഭൂമി ദൈവം നശിപ്പിക്കാതെ ഈ ഭൂമിയെ ദൈവം നിലനിർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ ഭക്തന്മാർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഭക്തന്മാർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിശാചിൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് നമ്മുടെ ജീവിതം തീർക്കാനല്ല ദൈവം ഈ ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ വരാം, അതേ അനർത്ഥങ്ങൾ നമുക്ക് സംഭവിക്കാം, ഇതൊക്കെ വരാം. പക്ഷേ പിശാചിൻ്റെ പദ്ധതിയിലൂടെ നശിച്ചു പോകാൻ ദൈവം ഇടയാക്കുകയില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശം അവിടെ എനിക്ക് ഗ്രഹിക്കാൻ സാധിച്ചു. പിശാചിന് ഒരിക്കലും ഒരു ദൈവവേദലിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. അതേപോലെ തന്നെ ഒരു നീതിമാൻ ഒരു പട്ടണത്തിലുണ്ടെങ്കിൽ, അതെ ഇവിടെ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ കവചം അവൻ്റെ മേലുണ്ടെങ്കിൽ ആ പട്ടണത്തെ ഒരു നാളും ദൈവം നശിപ്പിക്കുകയില്ല. ഇനി അഥവാ ദൈവം നശിപ്പിക്കുന്നുണ്ടെങ്കിൽ അവനെ അവിടുന്ന് പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ്. ഇനിയല്ല, ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടം പോലെ തന്നെ ദൈവം ചെയ്യും. പക്ഷേ വളരെ വ്യക്തമായ സന്ദേശം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കൾക്ക് ലഭിക്കുന്നതായ ആ ഒരു പ്രിവിലേജ്, ആ ഒരു ആനുകൂല്യം അത് വളരെ വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നോക്കൂ, ഈ ചെറിയ പട്ടണത്തെ നശിപ്പിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ ലോത്ത് പറയുന്നു, ഞാൻ ആ പട്ടണത്തിലേക്ക് പൊയ്ക്കൊള്ളാം എന്ന് പറയുന്നു. വാസ്തവത്തിൽ ആ പട്ടണത്തെ ഞാൻ മറിച്ച് കളയുകയില്ല എന്ന് ദൂതൻ പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, അബ്രഹാമിൻ്റെ മധ്യസ്ഥത, അബ്രഹാമിൻ്റെ പ്രാർത്ഥന, അബ്രഹാമിൻ്റെ പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ എത്രത്തോളം നീതിയുള്ളതായി തീരുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ പ്രഭാത വചന ധ്യാനം അവസാനിപ്പിച്ചത് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ. അബ്രഹാമിൻ്റെ ദൈവസന്നിധിയിലുള്ള മധ്യസ്ഥത പ്രാർത്ഥന, അബ്രഹാമിൻ്റെ പ്രവൃത്തികൾ ദൈവനീതിക്ക് കാരണമായെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി മാത്രമാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് നീതി ലഭിക്കുവാൻ കാരണമായി തീരുന്നത്. പഴയ നിയമകാലത്ത് ഇസ്രയേലിന് വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അബ്രഹാമിന് കൊടുത്തതായ ആ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ദൈവം പ്രവർത്തിച്ചതെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാകാം പഴയ നിയമത്തിൽ എപ്പോഴും ദൈവം ആളുകളോട് സംസാരിക്കുമ്പോൾ, ജോസഫിനോട് സംസാരിക്കുമ്പോഴോ, യാക്കോബിനോട് സംസാരിക്കുമ്പോഴോ, ഇസഹാക്കിനോട് സംസാരിക്കുമ്പോഴൊക്കെ ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു. എന്നാൽ മറ്റുള്ളവരോട് ദൈവം സംസാരിക്കുമ്പോൾ ദൈവം പറയുന്നത് ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു എന്നുള്ളതാണ്. ഇന്ന് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അബ്രഹാമിന് ലഭിച്ചതായ ആ അനുഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തേക്കാൾ ഉപരി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി നിമിത്തമുള്ള ആ അനുഗ്രഹമാണ് നമ്മുടെ മേൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി നിമിത്തമുള്ള ദൈവനീതിയാണ് നമ്മിലേക്ക് ദൈവം പകരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ നമ്മൾ ചിന്തിച്ചതുപോലെ ലോത്തിൻ്റെതായിട്ടുള്ള ഉദ്ദേശങ്ങളും വഴികളും പദ്ധതികളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ പോലും ദൈവം അവൻ്റെ വഴികളിൽ അവനെ വിടുന്നുണ്ട്.
ഒരിക്കലും അവനെ കറക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മൾ പോകാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതി അതേ നമ്മുടെ മേൽ കടന്നു വരുന്നത് വളരെ പരിമിതമായിട്ടായിരിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ വാസ്തവത്തിൽ ആ ദൈവത്തിൻ്റെ നീതി കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമ്മളിൽ നിവർത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഏതാനും ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് ലഭിക്കാനിടയായിത്തീരും. ആ വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം: പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. പാപമറിയാത്തവൻ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെയാണ്. നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന്, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ജീവിതം ദൈവത്തിന് നീതി കാണിക്കേണ്ടതായി തീരുവാൻ വേണ്ടി ദൈവം എന്തു ചെയ്തു? ആ പാപമറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മേൽ നമ്മുടെ പാപത്തെ അതേ പിതാവ് ദൈവം ആരോപിച്ച് അവനെ ശിക്ഷിച്ചു, അല്ലെങ്കിൽ അവനെ ക്രൂശിച്ചു. അവൻ യാഗമായി തീർന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വേദഭാഗത്തിൽ കാണാൻ കഴിയുന്നത്. അടുത്തത് റോമാലേഖനം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ. അബ്രഹാമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ റോമാലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്വത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് അബ്രഹാം മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. ഏതാ നീതി? അബ്രഹാമിൻ്റെ വിശ്വാസം. അതായത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ, അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് മാത്രമല്ല, വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ദൈവം ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് ആ വിശ്വാസം അബ്രഹാമിന് നീതിക്ക് കാരണമായി തീർന്നു. ദൈവം അബ്രഹാമിൽ പ്രവർത്തിക്കുന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ കാരണമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ നീതി ഇന്ന് നമ്മളിൽ വെളിപ്പെടുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അതേ കാരണം കൊണ്ട് തന്നെയാണ്. എന്ന് മാത്രമല്ല, നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? നമ്മുടെ വിശ്വാസം കർത്താവായ യേശുക്രിസ്തുവിലാണ്. എന്ന് മാത്രമല്ല, ആ നീതി കർത്താവ് യേശുക്രിസ്തുവിൽ നമുക്ക് വേണ്ടിയുള്ളത് പൂർണ്ണമായിട്ടും കാൽവരി ക്രൂശി വെച്ച് വെളിപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ് നീതി കണക്കിടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളുടെ യാതൊരു പ്രവൃത്തിയുമല്ല നീതിക്ക് കാരണം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി തന്നെയാണ് നമ്മുടെ നീതിക്ക് കാരണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നത് ദൈവത്തിൻ്റെ നീതിക്ക് കാരണമാകില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മലകൾ കയറുന്നത്, അതേ വിശുദ്ധ വേദപുസ്തകം അതിനെ പ്രോത്സാഹിപ്പിക്കാത്തത്. അതുകൊണ്ടാണ് പുണ്യസ്ഥലങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ നേർച്ചകളും കാഴ്ചകളും അർപ്പിക്കുന്നത് അതേ ദൈവവചനപ്രകാരം തെറ്റാണെന്ന് പറയുന്നതിൻ്റെ കാരണം ആ പ്രവൃത്തികളൊന്നും നമ്മെ നീതീകരിക്കുന്നില്ല. നമ്മളെ നീതീകരിക്കുന്നത് അതേ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിലുള്ള നമ്മുടെ വിശ്വാസത്താലാണെന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. റോമലേഖനം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം: അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ചു മാത്രമല്ല. ഇതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വാക്യം. അബ്രഹാമിനെ വിചാരിച്ചു മാത്രമല്ല നീതി കണക്കിട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്, മറിച്ച് അത് നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. നമുക്ക് വേണ്ടിയും കൂടെയാണ് ആ നീതി വെളിപ്പെട്ടത്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാൻ ഉള്ളതാകയാൽ തന്നെ. നോക്കൂ, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണമാണ് നമ്മുടെ നീതിക്ക് കാരണമായ സകല പ്രവൃത്തികളും നടന്നതായ സ്ഥലം. അതായത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ എല്ലാം നിർവഹിച്ചു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മോട് വ്യക്തമായി പറയുന്നത്. എത്ര പേർക്ക് ആ കാര്യം മനസ്സിലായി? തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മളുടെ യാതൊരു പ്രവൃത്തികളും ദൈവനീതിക്ക് കാരണമല്ല, മറിച്ച് നമ്മുടെ വിശ്വാസമാണ് ദൈവനീതിക്ക് കാരണം. ആ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ നിർവഹിച്ചതായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെയാകാം കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത് സകലതും നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഞാനെല്ലാം ചെയ്തു തീർത്തു എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇനി ഒന്നും ചെയ്യാനില്ല,
യേശു എല്ലാം തന്നെ ചെയ്തു തീർത്തു. അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഈ ദൈവനീതി വെളിപ്പെടുന്നു. അതേ, അബ്രഹാമിന് ദൈവം നീതി കൊടുത്തു. ആ നീതി ലോത്തിൽ കണക്കിട്ടതുപോലെ തന്നെ നമ്മളിലും കണക്കിടുന്നു. നോക്കൂ, ലോത്ത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തോട് അനുരൂപപ്പെടാതെ അതിനോട് ഐക്യതപ്പെടാതെ നിൽക്കുമ്പോഴും അബ്രഹാമിന് നീതിയാൽ അവന് കരുണ ലഭിച്ച് ദൈവം ലോത്തിനെ സൂക്ഷിക്കുന്നെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് തരുന്നതായ രക്ഷ, അതിൻ്റെ കാരണം ലോത്തിന് അബ്രഹാമായിരുന്നെങ്കിൽ നമുക്ക് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നിട്ട് 22-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ബന്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോക, നീ അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് ആ പട്ടണത്തിന് സോവാർ എന്ന് പേരായി. നോക്കൂ, ബന്ധപ്പെട്ട് വളരെ ധൃതിയോടുകൂടെ, അതായത് ഒരു സാധാരണ ഒഴിപ്പിക്കലല്ല അവിടെ സംഭവിക്കുന്നത്. ലോത്തിനെ ഒഴിപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമായി തന്നെ ഇവിടെ ദൂതന്മാർ പറയുന്നു. കാരണം അത്രത്തോളം ദൈവത്തിൻ്റെ ക്രോധം സോദോം പട്ടണത്തിന് നേരെ ജ്വലിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോകത്തിൻ്റെ പാപം ദൈവത്തിന് മുമ്പിൽ അതികഠിനമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് പോലും ഈ ലോകത്തിൻ്റെ പാപപ്രകൃതികളെ അംഗീകരിക്കാൻ കഴിയത്തില്ല. നോക്കൂ, ഒരു അനീതിയുള്ള മനുഷ്യൻ, ഒരു പാപിയായ മനുഷ്യന് ഈ ലോകത്തിലെ ഇന്നത്തെ അവസ്ഥകളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ളതാണെങ്കിൽ വിശുദ്ധനായ ദൈവത്തിന് അത് എത്രത്തോളമായിരിക്കും. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, കർത്താവേ, നിൻ്റെ വരവിനും ലോകാവസാനത്തിനും ലക്ഷണങ്ങൾ എന്താണെന്നൊക്കെ പറയുമ്പോൾ, വരവിൻ്റെ ദിവസത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കപ്പെടും, അപ്പോൾ അവസാനം സംഭവിക്കുമെന്നുള്ളത്. ഈ ലോത്തിനോട് ഈ ദൂതന്മാർ രക്ഷപ്പെടുക എന്ന് പറയുന്നതായ സന്ദേശം പോലെ സുവിശേഷത്തിൻ്റെ സന്ദേശം അത് തന്നെയാണ്. പാപത്തെ വിട്ട് ഓടുക, ഈ പാപലോകത്തിൽ നിന്നും ദൈവം കാണിക്കുന്നതായ ആ പർവ്വതത്തിലേക്ക് ഓടുക എന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം. ആ സന്ദേശം ഏതൊരു വ്യക്തിയും കേട്ട് തീരുന്നത് വരെയും ഈ ലോകത്തിൻ്റെ അവസാനം സംഭവിക്കില്ല എന്ന് കർത്താവ് യേശു ക്രിസ്തു അസന്നിഗ്ധമായി പറയുന്നു. എന്നാൽ ഈ ഭൂമിയിലെ, ഈ ലോകത്തിലെ ഏതൊരു വ്യക്തി, അവൻ അവസാനമായി കേൾക്കുന്ന, അല്ലെങ്കിൽ അവസാനമായി കേൾക്കുന്ന വ്യക്തി, ആ വ്യക്തി ഈ സുവിശേഷം കേട്ട് കഴിയുമ്പോൾ ലോകത്തിൻ്റെ നാശം അവിടെ സംഭവിച്ചു കഴിയും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോത്തിനെ ദൈവം ഒരു പർവ്വതത്തിലേക്കാണ് ഓടാൻ ചൂണ്ടിക്കാണിച്ചതെങ്കിൽ നമ്മളും അതേപോലെ ഈ പാപലോകം വിട്ട് നമ്മൾ ഓടേണ്ടതാണ്, പാപത്തെ വിട്ട് ഓടേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ന ആ പർവ്വതത്തിലേക്ക് നമ്മൾ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അത് പൂർത്തീകരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ അവസാനം അവിടെ കുറിക്കപ്പെടുകയാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടി ഇറങ്ങി വരുന്ന ഒരു സമയം, മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുന്ന നിൽക്കുന്ന സമയം, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം ഉയർത്തെഴുന്നേൽക്കുന്നതായ, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുന്നതായ സമയം ഏറ്റവും അടുത്തു വരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ ദൈവശബ്ദം കേട്ടിട്ട് അതിനെ പിൻഗമിക്കാതെ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇന്ന് ഈ ദൈവത്തിൻ്റെ ശബ്ദത്തിനു മുമ്പാകെ നിങ്ങൾ തീരുമാനമെടുത്ത് ദൈവം പറയുന്ന പോലെ ചെയ്യാൻ കഴിയുമെങ്കിൽ, ദൈവം ചൂണ്ടിക്കാണിക്കുന്ന ആ പർവ്വതമായ കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾക്ക് ഓടിച്ചെല്ലുവാൻ കഴിയുമെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. കർത്താവ് യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതായ ആ ദൈവത്തിൻ്റെ നീതി, അത് നിമിത്തം ഞങ്ങൾ എത്രത്തോളം ഭാഗ്യമുള്ളവരാണെന്ന് കേൾക്കുവാൻ തക്കോണം അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി പറയുന്നു. ഈ പാപലോകത്തിൽ അങ്ങ് ഞങ്ങളെ സൂക്ഷിക്കുന്നല്ലോ. എന്നാൽ കർത്താവെ, കൃപയുടെ വാതിൽ പൂട്ടുവാൻ തുടങ്ങുന്നു. കർത്താവെ, ഈ ലോകത്തിൻ്റെ അവസാനം വരുന്നു എന്നുള്ളത് ഞങ്ങൾ ആത്മാവിലും ദൈവവചനത്തിലൂടെയും ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ സുവിശേഷത്തിന് കർത്താവ് ചെവി കൊടുത്തിട്ടില്ലെങ്കിൽ, അനുസരിച്ചിട്ടില്ലെങ്കിൽ, ഈ വചനം മൂലം അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരുവാനും അവർ പാപത്തെ വിട്ട് കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് ഓടിച്ചെന്ന് രക്ഷപ്രാപിപ്പാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ആത്മീയമായി കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.